അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥനയിൽ കിബിലക്ക് മുന്നിട്ട് കൈകൾ ഉയർത്തി ആകാശത്തേക്ക് കണ്ണും നട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? വമിമ്മാ യുൽഹഖ് ബിഹാദാ അന്ന ബഅ്ദൽ ഫുഖഹാ യഖൂൽ യുസ്തഹബ്ബു ലഹു അയ്ളൻ അൻ യസ്തഖ്ബിലൽ ഖിബ്ല ഇൻദ തശഹ്ഹുദ് ബഅദൽ വുളൂ വഹാദാ ലാ അസ്ല ലഹു അൽബത്ത ഫീ ഹദീസിൻ സ്വഹീഹ് വലാ ഹസൻ വലാ ളഈഫിൻ ഫീമാ അലം. ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വുളൂഇന് ശേഷം കിബിലക്ക് മുന്നിടുകയും വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥനയിൽ കിബിലക്ക് മുന്നിടണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതിൽ സ്വഹീയായ അല്ലെങ്കിൽ ഹസനായ ദുർബലമായ ഒരു ഹദീസും ഉള്ളതായി കാണാൻ സാധിക്കുകയില്ല. ഫലാ യുശ്റഉ ലഹു അൻ യർഫഅ ബസ്റ ഇല അസ്സമാ വലാ യുശ്റഉ ലഹു അയ്ളൻ അൻ യസ്തഖ്ബില അൽ ഖിബ്ല ഇൻദ തശഹ്ഹുദ് വഇന്നമൽ മശ്റൂഉ ഇദാ തവല്ല അൻ യഖൂൽ. അപ്രകാരം തന്നെ ആകാശത്തേക്ക് കണ്ണുയർത്തി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക വുളൂഇന് ശേഷം. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതപരമായി വന്നതായി കാണാൻ സാധിക്കുകയില്ല. മറിച്ച് പ്രവാചക ചര്യയായി കാണാൻ സാധിക്കുന്നത്, വുളൂ എടുത്തു കഴിഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. വുളൂ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുമായിരുന്നു എന്നുള്ളതാണ് സ്വഹീയായ ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അമ്മ ഇസ്തിഖ്ബാലുൽ ഖിബ്ല ഔ റഫ്ഉൽ ബസ്റ ഇല അസ്സമാ ഫലാ അസ്ല ലഹു. എന്നാൽ കിബിലക്ക് മുന്നിടുക, അപ്രകാരം കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തുക, കൈ ഉയർത്തുക, ഇതിനൊന്നും തന്നെ പ്രവാചക ചര്യയിൽ അടിസ്ഥാനം കാണാൻ സാധ്യമല്ല.